ഇന്ന് എനിക്ക് നല്ല സുഖസുന്ദരമായിട്ട് കുളിക്കാം. ഒരാളുമില്ല, വെള്ളം അതാ നല്ല തെളിഞ്ഞ് കിടക്കുന്നു. ആ ഗീതേച്ചിയൊക്കെ വരുന്നതിന് മുന്നേ പെട്ടെന്ന് കുളിക്കട്ടെ. ഇന്ന് നല്ല താളിയൊക്കെ തേച്ച് എനിക്ക് അടിപൊളിയായിട്ട് കുളി. അയ്യോ നേരത്തെ അവിടെ വന്നിട്ടുണ്ടല്ലോ. അതിനിട്ട് നമുക്കൊരു പണി ഇന്ന് കൊടുക്കണേ. അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് എന്തോ ചെയ്യാണ്. നമുക്ക് ഇന്ന് അതിനിട്ടൊരു പണി മരത്തിൻ്റെ കായാണോ വീഴുന്നത്? പിന്നെ ഏതിനെ കേൾക്കുന്നുണ്ടല്ലോ. ആ തോന്നിയതായിരിക്കും. ഇത്ര വലിയ സൗണ്ടാ. ഇനി അവൾമാരെക്കാളും വന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കല്ലെടുത്തെറിയുവാണെങ്കിൽ അവൾമാർക്ക് ഞാൻ ഇന്ന് പണി കൊടുക്കും. കൊടുക്കില്ലല്ലോ ആരെ. എന്നെ പേടിപ്പിക്കാൻ ആരും നിൽക്കണ്ട മക്കളെ, എനിക്ക് പേടിയൊന്നുമില്ല. ആ മരത്തേനെക്കാളും എന്തേലും ചില്ലയോ എന്തേലും ഒടിഞ്ഞു വീണതായിരിക്കും. ആ ഞാൻ എൻ്റെ പണി എടുക്കട്ടെ. ഇത് മരത്തിൻ്റെ ഒന്നും അല്ലാന്നാണല്ലോ തോന്നുന്നത്. ഇതെന്താണ് കണ്ടുപിടിച്ചിട്ടാണ് ഇനി ഞാൻ അലക്കുള്ളൂ. അപ്പൊ പേടിയുണ്ടല്ലേ? എന്ത് പേടി? എനിക്കറിയാം നിങ്ങളല്ലാതെ ആരും ഈ പണി ചെയ്യൂല. അല്ല, നമ്മൾ നന്നാകാൻ വിചാരിച്ചാൽ നിങ്ങൾ സമ്മതിക്കൂലേ? ഇതേച്ചി നിങ്ങളല്ല ഞങ്ങളോട് വഴക്കുണ്ടാക്കുന്നത്. നിങ്ങൾ വരുമ്പോഴത്തേന് ഈ കല്ല് ഒഴിവാക്കി തരാലോ എന്ന് ഓർത്ത്. വേഗം കുളിക്കാവോ? ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു. വേണ്ട, നിങ്ങൾ അലക്കി കഴിഞ്ഞോട്ടെ. നിങ്ങൾ അലക്കി അവിടുന്ന് നന്നായിട്ട് വീഴാതെ കയറിയൊക്കെ പോന്നിട്ട് ഞങ്ങൾ അലക്കിക്കാം. മറ്റേ ഞങ്ങൾ പറയും ഞങ്ങൾ ഉരുട്ടിയിട്ട് തള്ളിയിട്ടാണ്. ഉരുട്ടിയിട്ടതല്ല, അന്ന് മറ്റോളെന്നെ ഉരുട്ടിയിട്ടതായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെ പറയില്ല. ഉരുട്ടിയിട്ടതാണേലേ ഉരുട്ടിയിട്ടു പറയുള്ളൂ. അന്നത്തെ ആ ഒരു വീഴ്ച എന്തായാലും പുള്ളിക്കാരിക്ക് നല്ലോണം പറ്റിയിട്ടോ. പുള്ളിക്കാരിക്ക് തന്നെ മനസ്സിലായി പുള്ളിക്കാരിന്റെ കയ്യിലാ തെറ്റി. ആ കല്ല് വീണപ്പോ നല്ലോണം പേടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഞെട്ടി പോയില്ല. എന്തായാലും നമുക്ക് സോറി പറയാം. നമ്മൾ അങ്ങനെ ചെയ്ത മോശമായി പോയില്ലേ അല്ലേ? അപ്പൊ ഓരോരുത്തരോട് നമ്മളിങ്ങനെ വേഗം താളിയൊക്കെ തേക്കണേ. ആ താളി അവിടെ തേച്ചിട്ട് ആ കല്ല് കഴുകണം, അല്ലേ ഞങ്ങൾ അയക്കിന് വീഴ. അല്ല ഇതേച്ചി, ഞാൻ താളി തേക്കുന്നില്ല. ഞാൻ രാവിലെ കുളിച്ചല്ലേ. പിന്നെന്താ താളിയല്ലേ അതെ? ഞാൻ വീട്ടിൽ കൊണ്ടുപോവാ. ഞാൻ വൈകുന്നേരത്ത് കുളിക്കുന്നുള്ളൂ. അപ്പൊ തേച്ചോളാം. ആയിക്കോട്ടെ, ഞങ്ങൾ സോറി പറയാട്ടോ. സോറി ഇട്ടാ. ഇനി ഞങ്ങള് ചെയ്തതിന് സോറി, കല്ലെറിഞ്ഞതിന് സോറി. ഞങ്ങൾ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി അന്ന് നിങ്ങൾ പറഞ്ഞ ആ പോയ ഇതിന്റെ അങ്ങനെ അങ്ങോട്ട് ചെയ്തു. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ, അങ്ങനെ നമ്മൾ മറിഞ്ഞിരുന്ന് ആരെയും പേടിപ്പിക്കരുത്. അതല്ല, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി. അതിന് ഞങ്ങളുടെ ഒരു ഇത് വേണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മറിഞ്ഞില്ല. ഞാൻ വീണ വേദന എനിക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ആ ദേഷ്യം വന്നു. നമുക്ക് എല്ലാവർക്കും അല്ല, ഞാൻ വിളിച്ചു കഴിഞ്ഞോ? കിടക്കുന്നില്ല. സോറി പറഞ്ഞില്ല. എന്നാ വാങ്ങിതേച്ചി, ഞാനേ പഴം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ കഴിച്ചിട്ടൊക്കെ ആണോ? എന്നാ പിന്നെ അത് തിന്നിട്ടല്ലേ. ആയോ? ഓ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് പഴം വേറെന്തൊക്കെയല്ലേ? പഴം മാത്രമേ ഉള്ളൂ. എവിടെ നമ്മൾ ഇരിക്കുന്ന? നല്ല സ്ഥലത്തിരിക്കാം. അതാ അവിടെ ഇരിക്കാം. അന്ന് എനിക്കാണേലും വീട്ടിൽ പോയിട്ട് ഭയങ്കര വിഷമായിരുന്നേ. വഴക്ക് കൂടി തള്ളിയൊക്കെ ഇട്ട് പോയിട്ട് മനുഷ്യന്മാര് നമ്മൾ ഇന്ന് കാണുന്നവരെ നമ്മൾ നാളെ കാണില്ല. ചെയ്തതും കുറച്ച് പാപാണ് കേട്ടോ. ആ തള്ളി വീഴുന്ന സമയത്ത് പാറേനെങ്ങനെ. പക്ഷെ വല്ലാതെ എനിക്ക് വേദനിച്ച്. അത് അന്നത്തെ ആ എന്താ നമ്മൾ വന്നപ്പോ ചേച്ചി എങ്ങനെയാ നമ്മളോട് പെരുമാറിയത്. എന്നെ ആദ്യം പിടിച്ച് തള്ളിയതിന്റെ ആ ഒരു ഇതിൽ ഞാൻ ആ ഒരു. പക്ഷെ ഇന്നുള്ള മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതാണ്, ഒരു ദേഷ്യത്തിന് നമ്മൾ ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങൾ. പക്ഷെ ആ ദേഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട എന്താ പറ്റണേ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമം. ഇന്നലത്തെ വാർത്ത കണ്ടോ?
10ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിനിനെ കൂട്ടുകാർ ചെയ്തത്. ഇതാണ് നമ്മൾ ഒരിക്കലും ഒരു വൈരാഗ്യം പകയും വെച്ച് പുലർത്തിക്കൊണ്ട് ഇരിക്കരുത് നമ്മള്. അല്ല അതൊക്കെ കൂടെ കണ്ടപ്പോ എനിക്ക് നിങ്ങളൊന്ന് കണ്ട് നിങ്ങളോടൊന്ന് സോറി പറയണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. നിങ്ങൾ സോറി പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ അത് തോന്നി. ഞാൻ നിന്നെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും കൂടി നിന്നെ കുറ്റപ്പെടുത്തി എനിക്കൊരു വിഷമാവൂലേ. അല്ല ഞാൻ അങ്ങനെ തോന്നിയത് തന്നെ വലിയ കാര്യ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അതിൽ വിഷമില്ലാന്നറിയോ. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇപ്പൊ പറ്റിപ്പോയാലും നമ്മളെ അപ്പൊ എന്താ പറയാ, അങ്ങനെ അപ്പം മാപ്പ് പറഞ്ഞാലേ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറുമ്പ് കൊടുക്കും. നമ്മള് വെള്ളത്തിലിറങ്ങി ആദ്യം ചേച്ചി എന്നെ പിടിച്ച് തള്ളി, പിന്നെ ഞങ്ങളെ ഓരോന്ന് പറഞ്ഞ് ആ ദേഷ്യം വീട്ടിൽ പണിക്ക് പോന്നായിരുന്നു. പിന്നെന്താ എന്തൊക്കെയോ ഇന്ന് എത്ര മാറി. ഇന്ന് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ആളേ അല്ലെന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാത്തോണ്ടാ. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാ. നല്ലതല്ലേ ഇവളോട് ഞാൻ പറഞ്ഞത്. നിന്റെ പേരെന്തായിരുന്നു? പേര് ഞാൻ വിട്ടുപോയല്ലോ. പേര് വല്ലാത്തൊരു പേരാ. പക്ഷെ അവളോട് ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാന്ന്. അപ്പൊ അവൾ എനിക്ക് മൂപ്പുസ്ഥാനെങ്കിലും നോക്കിയിട്ട് എനിക്ക് മാറി തരണം. എനിക്ക് പേടിയായതുകൊണ്ടല്ല പറഞ്ഞത്, അല്ലാതെ എന്റെ മനസ്സിൽ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടി അത് മനസ്സിലാക്കില്ല ഈ കുട്ടി. പക്ഷെ എന്താ സംഭവം എന്നറിയാം, ഞങ്ങൾ വന്നപ്പോ ചേച്ചി ഞങ്ങളോട് പെരുമാറിയ രീതി ഭയങ്കരമായിരുന്നു. അപ്പൊ ഈ കടവെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളതല്ലേ. അതെ അതെ. അപ്പോട്ടെ ഇനി നമുക്ക് ആ പിണക്കില്ലല്ലോ. കണക്കുണ്ടോടി? എനിക്കൊരു കണക്കില്ല. നമ്മൾ പിണങ്ങിയാലും ഇത് കണ്ടാലും നമ്മുടെ മക്കൾ വളരുന്നത് കണ്ടില്ലേ? ഇന്നലത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ? അപ്പൊ കാരണന്മാരായിട്ട് നമ്മളൊരു വഴക്കും പിണക്കും ഇല്ലാതെ എല്ലാരും ഒന്നിച്ചു പോവല്ലേ? ഒന്നിച്ചു പോവാം. നൽകി കഴിഞ്ഞോ? പഴം ബാക്കിയുള്ള വെച്ചിട്ട് പോയി. അത് കൊണ്ടേക്കോ, വീട്ടിൽ കൊണ്ടേക്കോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമല്ലേ. നല്ലത് വേഗം നോക്കണ്ടി. എന്നാല് നമുക്ക് പോവാം. എന്നാ ശരി, വളക്കാൻ തുടങ്ങട്ടെ. ഞങ്ങൾ എന്നാലും നമുക്ക് പിണക്കില്ലല്ലോ. നമ്മളെ കണ്ട് എല്ലാ മാതാപിതാക്കളും പിള്ളേരും ഒക്കെ പഠിക്കട്ടെ അല്ലേ? ഒരാളോടും വൈരാഗ്യം ഇതും വെച്ച് വരുത്തരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിണക്കം എന്ന് പറഞ്ഞ സംഭവം എന്താ പറയാ, മനസ്സിൽ വെച്ചോണ്ടിരിക്കാനുള്ളതല്ല. നമുക്ക് ആരെയാണ് എപ്പോഴാണ് ആവശ്യം വരിക പറയാൻ സത്യം. ഇനി ആര് തന്നെയാണേലും നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളോട് അവരോട് പോയി നമ്മളൊരു സോറി പറഞ്ഞ അവരോട് മിണ്ടി തീർത്ത് എല്ലാവരും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. കാരണം ഇനി ഓരോ ദിവസം ചെല്ലുന്തോറും മാതാപിതാക്കളാണേലും പിന്നെ അയൽവക്കക്കാരാണേലും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ വന്ന് സ്കൂളിലെ മക്കൾക്ക് വരെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെയാണ് ഇന്നലെ. ഇപ്പൊ രക്ഷിതാക്കളല്ല, ഇപ്പൊ മക്കളിറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാരും നമുക്ക് വർത്തമാനം പറഞ്ഞിക്കണം, പോണ്ടേ? പോകല്ലേ? അപ്പൊ എല്ലാരും അതുപോലെ ഒരു വൈരാഗ്യം ഇതൊന്നും വെച്ച് പുലർത്താതെ എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുക അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുളിച്ച് അമ്പലത്തിലും പോവാം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളെ പോലുള്ള എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ.